السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من മസദ്. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിലെ 111 അധ്യായമായ സൂറത്തുൽ മസദ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ സൂറത്ത് അവതരിക്കുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിത കാലഘട്ടത്തിലെ സുപ്രധാനമായ ഒരു സന്ദർഭം. പ്രവാചകന് നുബുവത്ത് ലഭിച്ചു. ആദ്യഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു. എന്നാൽ അല്പം ചില ആളുകൾ മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഏറെക്കുറെ ആളുകളുടെ ശ്രദ്ധയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ സംബന്ധിച്ച് അറിയുകയും ചെയ്ത സന്ദർഭം. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിലെ 214 ആയത്ത് അവതരിപ്പിച്ചു. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആഹ്വാനമനുസരിച്ച് ജനങ്ങളെയെല്ലാം അവിടെയുള്ള ഒരു താഴ്വരയിലേക്ക് വിളിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വിളിച്ചുകൂട്ടിയത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ അഖ്ബർതും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖീൻ, ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് അവരെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു, നാം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ, അതെ, താങ്കളെ ഞങ്ങൾ വിശ്വസിക്കും. താങ്കളിൽ നിന്ന് സത്യമല്ലാതെ ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അസത്യവും താങ്കളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ മറുപടി പറഞ്ഞു. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യം സധൈര്യം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പിന്നിൽ യാതൊരു ഒരു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നല്ല, മറിച്ച് കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് കേൾക്കേണ്ട താമസം പ്രവാചകന്റെ പിതൃവ്യനായ അബൂലഹബ് ചാടി എഴുന്നേറ്റ് പ്രതികരിച്ചു. തബ്ബല്ലക് സാഇറൽ യൗം അലിഹാദാ ജമഅതന, തബ്ബല്ലക്, നിനക്ക് നാശം, ഈ ദിവസം മുഴുവനും നിനക്ക് നാശം. അലിഹാദാ ജമഅതന, നീ ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റം വിഷമിപ്പിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം സ്വന്തം പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ശാപവാക്ക് കേൾക്കേണ്ടി വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ മാനസിക പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ അതിന് യാതൊരു തരത്തിലും പ്രതികരിച്ചില്ല. അദ്ദേഹം തന്റെ പിതൃവ്യനാണ്, എളാപ്പയാണ്, സ്വന്തം പിതാവിന്റെ നേർ സഹോദരനാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും അതിനോട് പ്രതികരിക്കാൻ പ്രവാചകൻ നിന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണാതെ പോയില്ല. അതിന് മറുപടി നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു നൽകുന്ന മറുപടി അബൂലഹബ് നൽകിയ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത്, തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു, നാശമടഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. നഷ്ടം സംഭവിച്ചു എന്നൊക്കെ പറയാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ശക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിച്ചു. അബൂലഹബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് അബ്ദുൽ ഉസ്സാന, അബ്ദുൽ ഉസ്സബിനു അബ്ദുൽ മുത്തലിബ്, അതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബൂലഹബ് എന്നുള്ളത് അദ്ദേഹത്തിന് ചാർത്തപ്പെട്ട പേരാണ്. കാരണം അദ്ദേഹത്തിന്റെ
മുഖം നല്ല ശോഭയുള്ള, നല്ല നിറമുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു പ്രകൃതമായിരുന്നു. നല്ല മുഖകാന്തിയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അബൂലഹബ്, ജോലയുള്ള മുഖത്തിനുടമ എന്ന രൂപത്തിൽ, അർത്ഥത്തിൽ അദ്ദേഹത്തെ ആ പേരിലാണ് ജനങ്ങൾ വിളിച്ചത്. അതിൽ അദ്ദേഹം അഹങ്കരിച്ചിരുന്നു. ഞാൻ നല്ല സുമുഖനാണ്, ആരോഗ്യവാനാണ് എന്ന ഒരു അർത്ഥത്തിൽ അദ്ദേഹം അതിൽ അല്പം അഹങ്കാരം കൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അർത്ഥത്തിൽ അദ്ദേഹം ഏതൊരു ഭംഗിയുടെ പേരിലാണോ അഹങ്കാരം കൊള്ളുന്നത്, ഏതൊരു പദമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, അതേ പദത്തിൽ യാതൊരു മാറ്റവും വരുത്താത്ത രൂപത്തിൽ അങ്ങേ അറ്റത്തെ അധിക്ഷേപം അബൂലഹബിന് നേരെ ചൊരിഞ്ഞു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. ഇവിടെ അബൂലഹബ് മാത്രമല്ല, അബൂലഹബിന്റെ ഭാര്യയും അർവാ ബിൻത് ഹർബ് എന്നാണ് അബൂലഹബിന്റെ ഭാര്യയുടെ പേര്. അബൂ സുഫിയാന്റെ സഹോദരിയായിരുന്നു അവർ. ഉമ്മു ജമീൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നതിൽ വളരെ ശക്തമായ, വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ആയത്തിറക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വതബ്ബ, അത് നശിക്കുക തന്നെ ചെയ്തു. ഇവിടെ തബ്ബത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് വരാനിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സ്ഥിരീകരണമായിട്ടാണ്. ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് അബൂലഹബ് നല്ല ജോലയോട് ജ്വലിച്ചു നിൽക്കുന്ന സന്ദർഭമാണ്. എല്ലാ പ്രതാപവുമുണ്ട്. ഖുറൈശി തറവാട്ടിൽ പിറന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വളരെ മോശമായി പോയി. അതുകൊണ്ടാണ് അതേ പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞത്. യദാ, യദുൻ എന്ന് പറഞ്ഞാൽ കൈ, കരം. യദാ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ, യദാനി എന്നാണ്. അതിലെ നൂന് ഹദ്ഫ് ചെയ്തതാണ്. അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. തബ്ബത് യദാ അബൂലഹബി, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. വതബ്ബ, അത് നശിക്കുക തന്നെ ചെയ്തു. ഇവിടെ കൈകൾ നശിക്കട്ടെ എന്ന് പറയുന്നതിന്റെ താല്പര്യം മനുഷ്യന്റെ പ്രവൃത്തികൾ അധികവും അവന്റെ കൈകൾ മൂലമുണ്ടാകുന്നതാണ്. അവൻ സമ്പാദിക്കുന്നത് അവന്റെ കൈകൾ കൊണ്ടാണ്. അവൻ അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെറുത്തു നിൽക്കുന്നത് അവന്റെ കൈകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കൈകൾ അവന്റെ മുഴുവൻ കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. അവന്റെ എല്ലാ സകലമാന കഴിവുകളും, സകലമാന പദവികളും, സമ്പത്തും എന്തെല്ലാം അവൻ നേടിയെടുത്തിട്ടുണ്ടോ, അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും അത് നശിച്ചു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല ജ്വലിക്കുന്ന മുഖം, തിളക്കമുള്ള മുഖമായിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. അതേ പേരാണ് വിമർശിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. നരകാഗ്നിയിലെ ജ്വാലകളിൽ കരിയേണ്ടവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അബൂലഹബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അവൻ കരിയേണ്ടവനാകുന്നു, കരിഞ്ഞു പോകേണ്ടവനാകുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തു. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ അധ്യായം ഇറങ്ങുന്നത്. കാലം കുറെ മുന്നോട്ട് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുറൈശികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അബൂലഹബിന്റെ കാതുകളിൽ ആ അധ്യായം എത്തിയിട്ടുണ്ട്. അതിന്റെ അമർഷം അബൂലഹബിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്നത് യഥാർത്ഥ മതമല്ല, ഇവൻ കള്ളവാദിയാകുന്നു, ഇവൻ പ്രവാചകനല്ല എന്ന് ജനമധ്യത്തിൽ വരുത്തി തീർക്കാൻ ഈ ഒരൊറ്റ അധ്യായം മതിയാകുമായിരുന്നു. അബൂലഹബ് കാപട്യത്തോടുകൂടി മനസ്സിൽ തട്ടാതെ ഞാൻ വിശ്വാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മുനാഫിക്കായി രംഗത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനത്തിന് അവിടെ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. കാരണം അബൂലഹബ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വിശ്വസിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ പ്രവാചകൻ പറയുക അത് ശരിയല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ അത് ഉപകരിക്കുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിരന്തരം ഓതിക്കൊണ്ടിരുന്നിട്ടും അബൂലഹബിന് അദ്ദേഹത്തിന്റെ ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെ മുശ്രിക്കായി കൊണ്ട് തന്നെ നിലകൊള്ളേണ്ടി വന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അബൂലഹബിന് നാശമുണ്ടാവുകയും ചെയ്തു. വതബ്ബ എന്ന് പറഞ്ഞ് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. അവൻ നശിച്ചിരിക്കുന്നു, ഇത് പിന്നീട് പുലരുന്നത് അവർ കാണുകയും ചെയ്തു. ഈ ആയത്തിനെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. തബ്ബത് യദാ അബീ ലഹബിൻ ഐ ഹസിറത് യദാഹു വമാ അമിലത് വതബ്ബ ഐ ഹുവ നഫ്സുഹു
ഖദ് തബ്ബ വഹലക, അവന്റെ ഇരു കൈകളും ചെയ്ത പ്രവൃത്തികളും നഷ്ടത്തിലായി. വതബ്, അവൻ തന്നെ നശിക്കുകയും ചെയ്തു, ഹലാക്കാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ അവ്വലു ദുആഉ അലൈഹി വസ്സാനി ഖബറുൻ അൻഹു. ആദ്യത്തെ വചനം തബ്ബത് യദാ അബീ ലഹബിൻ എന്ന ആദ്യത്തെ വചനം അവനെതിരെയുള്ള ഒരു പ്രാർത്ഥനയും രണ്ടാമത്തേത് അവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അറിയിപ്പുമാണ്. അഥവാ വതബ്ബ എന്ന് പറഞ്ഞത് അവന്റെ അവസ്ഥ, അവൻ വരാനിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു അറിയിപ്പുമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റം ആക്ഷേപിച്ച ഒരു മനുഷ്യനെ പ്രവാചകൻ അവിടെ ശക്തി കൊണ്ട് ദുർബലനാണ്. കാരണം വിശ്വാസികൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല, വളരെ പരിമിതമായ ആളുകൾ, അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കാത്ത കാര്യവുമായിരുന്നു. മാത്രവുമല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതൃ സഹോദരനാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു രണ്ടാമത്തെ ആയത്ത്, മാ അഅന അൻഹു മാലുഹു വമാ കസബ്. മാ എന്നുള്ളത് നിഷേധാർത്ഥം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മാ അഅന, അവനെ ധന്യനാക്കിയില്ല, അവന് ഉപകാരപ്പെട്ടില്ല, ഉപകരിച്ചില്ല, അല്ലെങ്കിൽ അവനെ തടഞ്ഞില്ല എന്ന് പറയാം. ചില മുഫസ്സിരീങ്ങൾ ഇത് ഇസ്തിഫ്ഹാമിന്റെ രൂപമാണ്, അഥവാ ചോദ്യമാണ് എന്നർത്ഥത്തിൽ. മാ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അവന്റെ ധനം അവന് എന്തു ഉപകാരമാണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ. എന്ത് പ്രയോജനമുണ്ടായി? കുറെ സമ്പത്തുണ്ടായി, നല്ല ആരോഗ്യമുണ്ടായി, നല്ല സുമുഖനായിരുന്നു, സുന്ദരനായിരുന്നു, അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി എന്ന അർത്ഥത്തിലാണ് മാ ഉപയോഗിച്ചത് എന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടായിരുന്നാലും രണ്ടും ഒരുപോലെ വളരെ ഭംഗിയായി യോജിക്കുന്ന പദം തന്നെയാണ്. മാ അഅന അൻഹു മാലുഹു, അവന്റെ സമ്പത്ത് അവന് ഉപകരിച്ചിട്ടില്ല. വമാ കസബ്, അവൻ സമ്പാദിച്ചതും, കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു, അവൻ സമ്പാദിച്ചതും. അപ്പോൾ അവന്റെ സമ്പത്തും അവൻ സമ്പാദിച്ചതും രണ്ടും അവന് ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവന്റെ സമ്പത്തോ അല്ലെങ്കിൽ അവന്റെ സമ്പാദ്യമോ അവന്റെ പണമോ ഒന്നും അവന് ഉപകാരപ്പെട്ടിട്ടില്ല. അവൻ സമ്പാദിച്ചതൊന്നും, അവൻ സമ്പാദിച്ചതിൽപ്പെട്ടത് ആണ് അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ മക്കളും കുടുംബവും ഒക്കെ അങ്ങനെയുള്ളതാണ്. അതൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഉപകരിച്ചില്ല. അതാണ് മാ അഅന അൻഹു മാലുഹു വമാ കസബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനിൽ നിന്ന് അഥവാ അബൂലഹബിൽ നിന്ന് ശിക്ഷയെ തടയാൻ അവന്റെ സമ്പത്തിനോ അവൻ സമ്പാദിച്ചു വെച്ച അവന്റെ പ്രവർത്തനങ്ങൾക്കോ ഒന്നിനും തന്നെ സാധിച്ചിട്ടില്ല. മക്കൾ എന്ന് പറയുന്നതും അബൂലഹബിന്റെ സമ്പാദ്യം തന്നെയാണ്. ഇവിടെ അബൂലഹബ് പറയുന്നത് എന്റെ സഹോദരപുത്രൻ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ധനവും മക്കളെയും നൽകി ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളും എന്ന് അബൂലഹബ് അവകാശപ്പെട്ടിരുന്നു. എനിക്കതിന് സാധിക്കും, എനിക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് മുഹമ്മദ് പറയുന്നത് പോലെയുള്ള വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം എന്നതായിരുന്നു. പക്ഷെ അതൊന്നും ഉപകരിച്ചില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, മാ അഅന അൻഹു മാലുഹു വമാ കസബ് ഐ ലം യദ്ഫ അൻഹു മാലുഹു അല്ലദീ വരിസഹു ഔ ജംഅഹു വലാ കസ്ബുഹു വഹുവ മാ ഹസല ലഹു മിനർ റിബ്ഹി ഔ മാ ഹസല ലഹു മിനൽ ഔലാദ് ലിഅന്ന വലദ റജുലി മിൻ കസ്ബിഹി. അതായത് അവൻ അനന്തരമായി കിട്ടിയതോ ശേഖരിച്ചു വെച്ചതോ ആയ ധനമോ അവന്റെ മക്കളോ അവനിൽ നിന്ന് ശിക്ഷയെ തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവന് വലിയ കുടുംബക്കാരനാണ്, ഖുറൈശി തറവാട്ടിൽ പിറന്ന മനുഷ്യനാണ്. അനന്തരമായി കിട്ടിയ സമ്പത്തുണ്ട്, അതോടൊപ്പം അവൻ സമ്പാദിച്ചതുണ്ട്, അവന്റെ മക്കളുണ്ട്. ഇതൊന്നും അവനിൽ നിന്ന് ശിക്ഷയെ തടയുവാൻ ഉപകരിച്ചില്ല. ഒരാളുടെ മക്കൾ എന്ന് പറയുന്നത് അയാളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. പിതാവിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ മക്കൾ രംഗത്ത് വരും, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അതും ഉണ്ടായില്ല, ആ മക്കളും ഉപകരിച്ചില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്ന അത്യബ മാ അകല റജുലി മിൻ കസ്ബി വ ഇന്ന വലദഹു മിൻ കസ്ബി റവാഹു അബൂ ദാവൂദ് വത്തിർമിദി. തീർച്ചയായും ഒരാൾ കഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് അവന്റെ അധ്വാനത്തിൽ നിന്നുള്ളതാണ്. ഇന്ന അത്യബ മാ അകല റജുലി മിൻ കസ്ബി വ ഇന്ന വലദഹു മിൻ കസ്ബി. അതുപോലെ തന്നെ അവന്റെ മക്കളും അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും ആ മനുഷ്യന് അഥവാ അബൂലഹബിന് ഉപകാരപ്പെട്ടില്ല. അബൂലഹബിന്റെ അഹങ്കാരത്തിനുള്ള ശക്തമായൊരു പ്രഹരമായിരുന്നു ഈ ആയത്ത്. നിന്റെ കൈവശമുള്ള ഭൗതികമായ ഒന്നും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് ഉപകാരമാവില്ല എന്ന് ഖുർആൻ അറുത്തുമുറിച്ചു പറയുകയാണ്.
ഈ കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ശുഅറാ 88, 89 വചനങ്ങൾ വിശദീകരിക്കുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ അഥവാ പരലോകത്ത് മനുഷ്യന്റെ സ്വത്തോ മക്കളോ ഉപകരിക്കാത്തൊരു ദിവസം സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുത്ത് വന്നവരൊഴികെ മറ്റാർക്കും അവിടെ രക്ഷയുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇത് വളരെ അർത്ഥവത്തായ രൂപത്തിൽ അബൂലഹബിന് ബാധകമായി. അബൂലഹബിന് ഇത് രണ്ടും ഈ ദുനിയാവിലും ഉപകാരപ്പെട്ടില്ല, നാളെ പരലോകത്ത് തീരെ ഉപകാരപ്പെടുകയുമില്ല. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മൂന്നാമത്തെ ആയത്ത്, സയസ്ലാ നാറൻ ദാത ലഹബ്. സ്വലാ യസ്ല എന്ന് പറഞ്ഞാൽ വെന്തെരിഞ്ഞു, കത്തിയെരിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ചൂടേറിയ അഗ്നിയിൽ കടന്നെരിയുക, ആ ചൂട് അനുഭവിക്കുക, ഇതാണ് യസ്ല എന്നുള്ള പദം സൂചിപ്പിക്കുന്നത്. സയസ്ല എന്ന് പറയുമ്പോൾ അവൻ കടന്നെരി സമീപ ഭാവിയിൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. സയസ്ല അവൻ കടന്നെരിയുക തന്നെ ചെയ്യും. നാറൻ അഗ്നിയിൽ, റാത്തലഹബ് ജ്വലിക്കുന്ന ജ്വാലയുള്ള അഗ്നിയിൽ. ഇവിടെ അഗ്നിയിൽ പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, മറിച്ച് ആ തീയിന്റെ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൽ കരിയുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങേ അറ്റത്തെ ചൂടുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജ്വാലയുള്ള അഗ്നിയിൽ. അബൂലഹബിന്റെ പേര് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അബൂലഹബ് എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പേരാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതം കൊണ്ട്, ശരീരഘടന കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ്. അബൂലഹബിന്റെ ശരീരഘടന കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് അബൂലഹബിന് ആ പേര്. ജ്വലിക്കുന്ന മുഖമുള്ളവൻ. ഇവിടെ നാറൻ എന്ന് പറഞ്ഞു നിർത്തിയില്ല, നാറൻ ദാത്ത ലഹബ്. അബൂലഹബ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവന് വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് നാറൻ ദാത്ത ലഹബ്, ജ്വാലയുള്ള ജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയും. ഈ ദുനിയാവിൽ ഈ പേരിൽ അബൂലഹബ് അപമാനിതനായി. ഇനി പരലോകത്തും അതേ പേരുള്ള അഥവാ ലഹബ് എന്ന അഗ്നിയിൽ, നാറൻ ദാത്ത ലഹബ് എന്ന അതേ പേരിൽ തന്നെ അവൻ കടന്നെരിയേണ്ടി വരും. ഇത് വലിയൊരു പരിഹാസം കൂടിയാണ്. ഈ ആയത്തിലെ പദപ്രയോഗങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു അമാനുഷികതയുണ്ട്. അബൂലഹബിന്റെ പേരിനോടും അവന്റെ മുഖത്തിന്റെ തിളക്കത്തോടും അനുയോജ്യമായ ശിക്ഷ തന്നെ അള്ളാഹു അവന് നൽകും. അവൻ ജ്വാലകളുടെ പിതാവാണെങ്കിൽ അഥവാ അബൂലഹബാണെങ്കിൽ അവന്റെ വാസസ്ഥലം ജ്വാലകളുള്ള അഗ്നിയായിരിക്കും. നാറൻ ദാത്ത ലഹബ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി. ഇതിനെ ഉലമാക്കൾ വിശദീകരിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, സയസ്ല ഐ സയദുഖുലു വസ്സീനു ലിത്തഹ്ഖീഖ് വത്തക്രീബ് നാറൻ ദാത്ത ലഹബ് ഐ ദാത ഇസ്തിആലി വതവക്കുലിൻ അലീം വഹാദാ മുതാബിഖുൻ ലിസ്മിഹി ലിഅന്നഹു യുകന്ന ബിഅബീ ലഹബ്. സയസുല അതായത് അവൻ പ്രവേശിക്കും എന്നത് അതിലെ സീൻ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജ്വാലകളുള്ള അഗ്നി നാറൻ ദാത്ത ലഹബ് എന്ന് പ്രയോഗിച്ചത്. അതായത് കഠിനമായി ജ്വലിക്കുന്നതും കത്തുന്നതുമായ അഗ്നിയായിരിക്കും അത്. ഇത് അവന്റെ പേരിനോട് തികച്ചും അനുയോജ്യമായതാണ്. കാരണം അവൻ അബൂലഹബാണ് എന്നാണല്ലോ വിളിക്കപ്പെടുന്നത് എന്ന് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നു. അബൂലഹബ് മരിച്ച രീതി പോലും ഈ ലഹബിനോട് അഥവാ ഈ ചൂടുമായി ബന്ധപ്പെട്ടതായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം അഗസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ മാരകമായ പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ടാണ് അബൂലഹബ് മരണപ്പെടുന്നത്. അവന്റെ ശരീരം അതിന്റെ എല്ലാ തരത്തിലുള്ള അവശതകളും അനുഭവിച്ചു. അതിന്റെ ചൂട്, അതിന്റെ പ്രയാസം, അതിന്റെ കാഠിന്യം അതിൽ വെന്തുരുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിച്ച ദുർഗന്ധം ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആളുകളെ അബൂലഹബിനെ പരിചരിക്കുന്നതിന് വേണ്ടി, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അകറ്റിക്കളഞ്ഞു. സ്വന്തം മക്കൾ പോലും മൃതദേഹത്തിന്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായില്ല എന്ന് പറയപ്പെടുന്നത്. അത്രമാത്രം അപമാനകരമായ അവസ്ഥയിലാണ് അബൂലഹബ് മരണപ്പെട്ടുപോയത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. ഇവിടെ അവന്റെ ഭാര്യ എന്ന് പറയുന്നത് അബൂലഹബിന്റെ ഭാര്യയെ സംബന്ധിച്ച അർവാ ബിൻത് ഹർബ് എന്നായിരുന്നു പേര്. ഉമ്മു ജമീൽ എന്ന പേരിലാണ് അബൂലഹബിന്റെ ഭാര്യ അറിയപ്പെട്ടത്. മുമ്പത്തെ ആയത്തിൽ അബൂലഹബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ്, വെന്തുരുകുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ വെന്തെരിയും എന്ന് പറഞ്ഞ അതേ പദപ്രയോഗത്തിൽ വംറഅതുഹു, അവൻ മാത്രമല്ല അവന്റെ പെണ്ണും, ഇമ്രാത്ത് എന്ന് പറഞ്ഞ പെണ്ണ്, അവന്റെ പെണ്ണും അവന്റെ ഭാര്യയും ആ നരകാഗ്നിയിൽ
കിടന്നെരിയും. അവളുടെ ഒരു പ്രത്യേകതയാണ്, വിശേഷണമാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് ഉപയോഗിച്ചത്. ഹമ്മാലത്ത് എന്ന് പറഞ്ഞാൽ ചുമക്കുന്നവൾ എന്നാണ്, വഹിക്കുന്ന ആള്. അൽ ഹത്തബ് വിറക്, ഹമ്മാലത്തൽ ഹത്തബ് വിറക് ചുമക്കുന്നവൾ. ഇവിടെ ശരിക്ക് ഹമ്മാലത്തുൽ ഹത്തബ് എന്നാ വേണ്ടത്. ഹമ്മാലത്തുൽ ഹത്തബ് വിറക് ചുമട്ടുകാരി. എന്നാൽ ഇവിടെ ഉപയോഗിച്ച വാക്ക് ആ താഇന്, അവസാനത്തെ താഇന് ഫതഹ് കൊടുത്തുകൊണ്ടാണ്. ഹമ്മാലത്തൽ ഹത്തബ്, അബൂലഹബിന്റെ ഭാര്യയെ അങ്ങേ അറ്റം ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. വിറക് എന്ന് പറഞ്ഞാൽ അത് കത്തുന്ന ഒരു വസ്തുവാണ്, കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ്, അതിന് ചൂടുണ്ട്. വിറക് ചുമക്കുന്നവൾ എന്ന പ്രയോഗത്തിന്റെ താല്പര്യം അബൂലഹബ് ചെയ്തുകൊണ്ടിരുന്ന, നബിക്കെതിരിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ അവന്റെ ഭാര്യയും പൂർണ്ണമായും സഹകരിച്ചു. ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു. അത് കാട്ടു തീ പോലെ കത്തുവാൻ അല്ലെങ്കിൽ കത്തിക്കുവാൻ തന്റേതായ ശ്രമങ്ങൾ അബൂലഹബിന്റെ ഭാര്യ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവളെ സംബന്ധിച്ച് വിറക് ചുമക്കുന്നവൾ, കത്തിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അത് ചുമന്നുകൊണ്ട് നടക്കുന്നവൾ. ഇവളുടെ പ്രവൃത്തി എന്താ? ജനങ്ങൾക്കിടയിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, കത്തിക്കുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോ അതിനുള്ള വിറകാണ് അവളുടെ ചുമലിലുള്ളത് എന്നർത്ഥം. ഹമ്മാലത്തൽ ഹത്തബ്. അപ്പോൾ അവൾ മാത്രമല്ല, മറ്റൊരു സ്വഭാവം കൂടി അവൾക്കുള്ളതായി പറയപ്പെടുന്നു. രാത്രി സമയങ്ങളിൽ മുള്ളുകളുള്ള മരക്കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും എല്ലാം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന വഴികളിൽ നിക്ഷേപിക്കുമായിരുന്നു. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൂടിയാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പ്രയോഗിച്ചത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിനെ ശരിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഹമ്മാലത്തൽ ഹത്തബ് ഐ തഹ്മിലുൽ ഹതബ വതുൽഖൈഹി ഫീ ത്വരീഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിതുഉദിയഹു ഔ അന്നഹാ തംശി ബിൻ നമീമത്തി ലിതൂഖിദൻ നാറ ബൈനൻ നാസ്. ഹമ്മാലത്തൽ ഹത്തബ് എന്ന പദം, അതായത് അവൾ വിറക് ചുമന്നുകൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാനായി അദ്ദേഹത്തിന്റെ വഴിയിൽ ഇടുമായിരുന്നു. അല്ലെങ്കിൽ അവൾ ആളുകൾക്കിടയിൽ തീ മൂട്ടാനായി അഥവാ പരദൂഷണം പറയാനായി നടന്നുകൊണ്ടിരിക്കുന്നവളായിരുന്നു. ഈ അർത്ഥത്തിലാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് ഖുർആൻ ഉപയോഗിച്ചത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. കാനത്ത് തുആവിനു സൗജഹ അലാ കുഫ്രിഹി വജുഹൂദിഹി വഇനാദിഹി ഫകാനത്ത് യൗമൽ ഖിയാമത്തി ഔനൻ അലാ അദാബിഹി. അവൾ തന്റെ ഭർത്താവിനെ അഥവാ അബൂലഹബിനെ അവന്റെ കുഫറിലും സത്യനിഷേധത്തിലും ശാഠ്യത്തിലും സഹായിച്ചിരുന്നു. അതിനാൽ പരലോകത്ത് അവന്റെ ശിക്ഷയിൽ അവൾ ഒരു സഹായിയായേക്കും, അതായത് ശിക്ഷ വർദ്ധിപ്പിക്കാൻ അവളും കാരണമാകും എന്നർത്ഥം. ഈ ആയത്ത് നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. സാധാരണയായി ഭാര്യയും ഭർത്താവും നന്മയിൽ പരസ്പരം സഹകരിക്കേണ്ടവരാണ്. ഇവിടെ അബൂലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലും തിന്മയിലാണ് പരസ്പരം ഒരുമിച്ച് നിന്നത്, പരസ്പരം സഹകരിച്ചത്. ഭർത്താവിനോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള വെറുപ്പായി മാറുകയാണുണ്ടായത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അബൂലഹബിന്റെ ഭാര്യ ദുനിയാവിൽ വലിയ സമ്പത്തുണ്ടായിരുന്നു, എല്ലാവിധ ആഡംബരങ്ങളോടും കൂടിയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അവളുടെ കഴുത്തിൽ വലിയ വിലപിടിപ്പുള്ള ആഭരണമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൾ അഹങ്കരിച്ചിരുന്നു. അവൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, മുഹമ്മദിനെ തറപറ്റിക്കാൻ വേണ്ടി, അവന്റെ നാശം കാണുന്നതിന് വേണ്ടി എന്റെ സമ്പത്ത്, എന്റെ ഈ മാല വിറ്റിട്ടാണെങ്കിലും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് ശപഥം ചെയ്തവളായിരുന്നു അബൂലഹബിന്റെ ഭാര്യ. അതേ വാക്ക് നേരത്തെ അബൂലഹബിനെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച ആ വാക്ക് പോലെ തന്നെ അവളുടെ കഴുത്തിലുള്ള ആഭരണത്തിന്റെ പേരിലാണല്ലോ അവൾ അഹങ്കാരം കൊള്ളുന്നത്, അവളുടെ സമ്പത്തിന്റെ പേരിലാണല്ലോ അഹങ്കാരം കൊള്ളുന്നത്. അതേ വാക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഹമ്മാലത്ത് എന്ന പ്രയോഗം, ഹമ്മാലത്തൽ ഹത്തബ്. അറബി ഭാഷയിലെ ഒരാളെ അധിക്ഷേപിക്കാൻ, അയാളുടെ പ്രവൃത്തി മൂലം അയാൾ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ആ വാക്കിന് ഫത്ഹ് കൊടുത്തുവച്ചിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മദ്ഹ് പറയാൻ ഉപയോഗിക്കും. അയാളെ നല്ല കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അയാളെ മദ്ഹ് പറയാൻ വേണ്ടിയും ആ പദത്തിന് നെസ്ബ് അഥവാ അവസാനത്തെ അക്ഷരത്തിന് നെസ്ബ് ചെയ്തുകൊണ്ട് ഫത്ഹ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ ഭാര്യയെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഹമ്മാലത എന്ന് ഉപയോഗിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ ഹമ്മാലത്തു എന്ന് ഉപയോഗിച്ചാൽ മതി. പക്ഷെ അങ്ങേയറ്റത്തെ അധിക്ഷേപം ചൊരിയുന്നതിന് വേണ്ടിയുള്ള ഒരു പദപ്രയോഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തി. അല്ലാഹു അബൂലഹബിന്റെ ഭാര്യയെ ഇവിടെ അബൂലഹബിനെ ശപിച്ചതുപോലെ തന്നെ അബൂലഹബിന്റെ ഭാര്യയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അധിക്ഷേപിക്കുന്നത് കാണുവാൻ സാധിക്കും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ജീദ് എന്ന് പറഞ്ഞ കഴുത്ത്. ഫീ ജീദിഹാ അവളുടെ കഴുത്തിലുണ്ട്, ഹബ്ലുൻ ഒരു കയറ്, മിൻ മസദ് ഈത്തപ്പന നാരുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കയറ്. മസദ് എന്ന് പറഞ്ഞാൽ മെടഞ്ഞുണ്ടാക്കിയ കയറ്. അപ്പോൾ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു കയറുണ്ട്. സാധാരണയായി കഴുത്തിൽ അണിയുന്നത് ആഭരണമാണ്. അവളുടെ കഴുത്തിൽ വില കൂടിയ ആഭരണമുണ്ട്. അതുകൊണ്ട് അവൾ അഹങ്കരിച്ചിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഭരണത്തെ ഇവിടെ വിശേഷിച്ചു
വിശേഷിപ്പിച്ചത് ഹബലും മിൻ മസദ്, ഈത്തപ്പന നാര് മെടഞ്ഞുണ്ടാക്കിയ കയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൾ ദുഷിച്ച പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ തീ കത്തിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, പ്രവാചകനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവളായിരുന്നു അബൂലഹബിന്റെ ഭാര്യ. അപ്പോൾ അവളുടെ കഴുത്തിലുള്ള സ്വർണമാലയ്ക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അവളുടെ കഴുത്തിൽ ഒരു കയറായിരിക്കും നൽകുക എന്നാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ഈന്തപ്പന നാരുകൊണ്ട് മുറുക്കിയുണ്ടാക്കിയ ഒരു കയർ. ഉമ്മു ജമീൽ ദുനിയാവിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞിരുന്നു: എന്റെ പക്കലുള്ള ഈ വിലപിടിപ്പുള്ള മാല വിറ്റ് ആ പണം മുഹമ്മദിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ ചെലവഴിക്കും. അവൾ അണിഞ്ഞിരുന്ന സ്വർണമാലയെക്കുറിച്ച് അവൾക്ക് ഉണ്ടായിരുന്ന ഒരു അഹങ്കാരമായിരുന്നത്. അതുകൊണ്ട് അതേ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈ തപ്പല നാരുകൊണ്ടുള്ള തിരിച്ചുണ്ടാക്കിയ കയറായിരിക്കും. അതായിരിക്കും നരകത്തിൽ അവളുടെ കഴുത്തിൽ കിടന്ന് എരിയുന്നത്. അബൂലഹബിനോടൊപ്പം നരകത്തിൽ ജ്വലിക്കുന്ന നരകത്തിൽ അവളും കിടന്നെരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിനെയും ശൈഖ് ഉസൈമീൻ വിശദീകരിക്കുന്നുണ്ട്. അൽ മസദു ഹുവ മാ ലീഫ വശുദ്ദ ശദ്ദൻ ഖവിയ്യൻ വഖീല ഹുവ ഹബ്ലും മിൻ നാർ വഫീ ഹാദാ ഇദ്ലാലൻ ലഹാ ഹൈസു കാനത് തതഹല്ലാ ബിൽ ഖലാഇദിൽ ഫാഖിറ ഫഉവ്വലത് അൻഹാ ബിഹാദൽ ഹബ്ൽ. അൽ മസദ് എന്ന് പറഞ്ഞാൽ ശക്തമായി മുറുക്കിയ നാരുകൊണ്ടുള്ള കയറാണ്. അത് നരകത്തിൽ നിന്നുള്ള കയറാണെന്നും പറയപ്പെടുന്നു. വഖീല ഹുവ ഹബ്ലും മിൻ നാർ, അത് നരകത്തിൽ നിന്ന് പ്രത്യേകമുണ്ടാക്കിയ കയറാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിലൂടെ അവൾ അപമാനിക്കപ്പെടുകയാണ്. കാരണം അവൾ ദുനിയാവിൽ വിലപിടിപ്പുള്ള മാലകൾ അണിഞ്ഞിരുന്നു. അതിന് പകരമായി ഈ കയറായിരിക്കും അവളുടെ കഴുത്തിൽ അണിയിക്കപ്പെടുക. അഥവാ നരകാഗ്നിയിൽ നിന്നുള്ള ഒരു കയറായിരിക്കും അവളുടെ കഴുത്തിൽ അണിയിക്കപ്പെടുക എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് സത്യനിഷേധികളുടെ അന്ത്യം എത്രത്തോളം ദയനീയമായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടാണ്. അബൂലഹബിനെയും അവന്റെ ഭാര്യയെയും ഒരുപോലെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവർ പരസ്പരം തിന്മയിൽ സഹകരിക്കുന്നവരായിരുന്നു. അവരുടെ സമ്പത്തോ അവരുടെ സ്വാധീനമോ കുടുംബബന്ധമോ ഒന്നും തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. ഒരാൾക്ക് ഭൗതിക ലോകത്ത് ഉപകാരപ്പെടുന്ന വസ്തുക്കളാണല്ലോ ഇതെല്ലാം, സമ്പത്ത്, കുടുംബം, മക്കള് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു തരത്തിലുള്ള ഉപകാരവും അവർക്ക് ഉണ്ടാവുകയില്ല. കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവരുടെ വിശ്വാസം, ഈമാന്, ഇതൊക്കെ ആയിരിക്കും. മറിച്ച് അവരുടെ ദുഷ്പ്രവൃത്തികൾ, അവർ ഏത് തരക്കാരായിരുന്നാലും ശരി, എത്ര സമ്പത്തുണ്ടായാലും കഴിവുണ്ടായാലും പ്രാപ്തിയുണ്ടായാലും ഏത് ഉന്നതമായ കുടുംബത്തിൽ ജനിച്ചവരായാലും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും പരിഗണിക്കില്ല. അവർക്ക് അന്തിമമായി നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മളും ഇതിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ അറിവ്, നമ്മുടെ ശക്തി, ഇതെല്ലാം നന്മയ്ക്കു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. തിന്മയുടെ പ്രചാരണത്തിന് വേണ്ടി, അതിനെ ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ, നമ്മുടെ കഴിവും അറിവും ശക്തിയും പ്രതാപവും എല്ലാം ഉപയോഗപ്പെടുത്തിയാൽ അന്തിമമായി അതുകൊണ്ട് മനുഷ്യന് നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ അർത്ഥവും ആശയങ്ങളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാനും എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.